ഹായ്, ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഇൻ്റർ എല്ലാം കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫൈനലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ കോഴ്സ് എടുക്കണോ, അത് ടഫല്ലേ, പാസ്സാവോ, ഒരുപാട് ഇയർ കയ്യിൽ നിന്ന് പോകില്ലേ, PG ചെയ്തൂടെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ തന്നെ ഒരുപാട് പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് PG ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഈ കോഴ്സിനോട് ഒരു ഇഷ്ടമായിരുന്നു. അപ്പം പിന്നെ ഞാൻ എടുത്തു. ഇൻ്റർ എഴുതിയത് വെച്ചിട്ട് എനിക്ക് അത്ര വലിയ ടഫ് കോഴ്സായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ നല്ല ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി ഇൻ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഫൈനൽ എനിക്ക് അത്യാവശ്യം ടഫായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫൈനൽ റെക്കോർഡ് ക്ലാസ്സാണ് പർച്ചേസ് ചെയ്തത്. റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ അറിയാലോ, നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ക്ലാസ് കാണുന്നതിനനുസരിച്ച് നമുക്ക് നല്ല പെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നല്ല ക്രഷ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നതിന് മുന്നേ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഇട്ടിട്ട് ഉറങ്ങുന്നതിന് മുന്നേ ആ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അതുപോലെ ഒരു പ്രോപ്പർ ഷെഡ്യൂളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ, പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇന്ന് ഞാൻ കോൾഡ് കോഫി ആയിട്ട് ഉണ്ടാക്കി. ഞാൻ നല്ലൊരു കോഫി ലവറാട്ടോ. ഞാനിപ്പോഴും കോഫി ഉണ്ടാക്കുമ്പോൾ കോഫി പൗഡർ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തൊന്ന് പഫി ആക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് കോഫി ഉണ്ടാക്കി. കാപ്പിച്ചീനോ ഒന്നുമല്ല, എന്നാലും അതുപോലെ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു രീതിയിൽ ഞാൻ അത് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കാറാട്ടോ. ഞാൻ എപ്പോൾ കോഫി ഉണ്ടാക്കുമ്പോഴും ഈ കോഫി എന്നല്ല എന്തുണ്ടാക്കുമ്പോഴും ഈ ഗ്ലാസ്സിൽ നിന്ന് ഒഴിക്കുമ്പോൾ അത് താഴെ പോലെ പതിവാണ് കേട്ടോ. ഞാൻ ഈ പണി എപ്പോഴും ഉമ്മാനെയാണ് ഏൽപ്പിക്കാറ് കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോൾ അതുപോലെ ഉണ്ടായി. പിന്നെ ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കേണ്ടി വരും. എപ്പോഴും അങ്ങനെ ഒരു പണി കിട്ടാറുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഒരേ ഇരുത്തത്തിൽ ഒരു ഈവനിങ് വരെയൊക്കെ ഇരുന്ന് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിട്ട ഷെഡ്യൂൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുമെന്ന് നമുക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇടയ്ക്ക് ജേർണലിങ് ചെയ്യും, ഇടയ്ക്ക് ക്രോഷറ്റ് ചെയ്യും, ഇടയ്ക്ക് റീൽസ് കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പം എൻ്റെ ഷെഡ്യൂൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നൈറ്റോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് അറിയുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നൊരു ക്രോഷറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഞാനൊരു ബാഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ബാഗ് ഞാൻ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് ഷൂട്ട്സൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.